ചിലമ്പാട്ട ചുറ്റിക്കാട്ട് കാട്ട് രണ്ട വെട്ടിക്കാട്ട് ജല്ലിക്കെട്ട് കാളയാട്ടം കൂർത്ത കൊമ്പിൽ കുത്തിക്കാട്ട് നാല് കാല് നാല് തോള് വിരട്ടി താളം മുറുക്കി കാട്ട് എൻ പാട്ട് കേക്ക് എൻ പാട്ട് കേക്ക്. ഇങ്ങനത്തെ പാട്ടും എനിക്ക് പറ്റും എന്നുള്ളത് കാരണം ഞാൻ ആഗ്രഹിച്ചിരുന്നപ്പോഴാണ്, ഞാൻ അറിഞ്ഞില്ല ഇതുപോലൊരു പാട്ടാണ് RRR. ഈ പൊന്നെ മലയാളികൾക്ക് വേണ്ടി തന്ന പൊന്നെ പൊന്നു പാട്. വിളി കേൾക്കുമെങ്കിൽ പൊന്നെ. സത്യം പറഞ്ഞത് വിറച്ച് പൊന്നേന്ന് പാടിയതാ. പൊന്നേടാ നീ അത് അങ്ങനെ വിളിച്ചു പാട്. അങ്ങനെ പറഞ്ഞു ഞാനൊരു 50 പൊന്നെങ്കിലും പാടി വന്നു. കാലം നമ്മിൽ തന്നൊരേ വരം സുദീപ്തമി സ്വയം വരം സ്വപ്നം പോലെ നീ സമാഗമം മനം മുഖം സുഹാസിതം ഉയിരുകളലിയുന്നുവോ മൂകിൽ കുടഞ്ഞ മാരിൽ പൂക്കൾ പൂക്കും തരുണം. ഈ പാട്ടിനെ കുറിച്ച് ഇന്ന് ഇവിടെ സംസാരിക്കുമ്പോൾ ഓഫീസിൽ ഒരു പെങ്കൊച്ച് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആ പാട്ടെടുത്ത് ഇങ്ങനെ ചെവിയിൽ വെച്ചിട്ട് പറഞ്ഞു, ഈ പാട്ട് കേട്ട ആ ചെക്കനെ പ്രേമിച്ചു. കുട്ടി എവിടെ? കുട്ടി മുകളിൽ തന്നെ നിൽക്കട്ടെ. ഗാഥയുണ്ട് ഇങ്ങോട്ട്. നേற்று വരെ നേരം പോതവില്ലയേ. ഞാൻ അദ്ദേഹത്തെ മീറ്റ് ചെയ്തപ്പം എനിക്ക് കിട്ടിയ ആദ്യത്തെ കമന്റ് ബെറ്റർ ദാൻ ഒറിജിനൽ എന്നുള്ളൊരു കമന്റ് അദ്ദേഹത്തിന്റെ. അതെ എനിക്ക് ഞാൻ വിചാരിച്ചു അത് എല്ലാവരും ഒന്ന് കേട്ടിരുന്നെങ്കിൽ സന്തോഷമായ. ഈ സാധനം ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. ഈ ഗാഥയെ കുറിച്ച് ഓർക്കുമ്പോ എന്തെങ്കിലും ഈ കവിളിനയിൽ പാടിക്കൊടുത്തില്ലേ? വാ വാ എന്റെ ഗാഥേ നിന്റെ ചൊടിയിൽ വിരിയുന്നു പറ അയ്യടാ. അതൊന്നും പറയില്ല. അച്ഛന്റെ ശബ്ദമാണ് എനിക്ക് കിട്ടിയത്. പലരും ചോദിക്കാറുണ്ട് ഇത് ശബ്ദത്തിന്റെ രഹസ്യം അച്ഛനാണ്. അച്ഛന് വിദ്യാജിയുടെ ആരോ വിരൽ മീട്ടി ഭയങ്കര ഇഷ്ടമായിരുന്നു. ആരെങ്കിലും ഒരു പാട്ട് പാടാൻ പറയുമ്പോൾ അച്ഛൻ അത് പാടും. അച്ഛൻ അത് കരഞ്ഞോണ്ടായിരിക്കും പാടും, ഭയങ്കര ഇമോഷണൽ ആയിട്ടാണ് പാടുന്നത്. ചന്ദനമണമോ മേലേ നല്ല ചെമ്പകപ്പൂക്കളോ കയ്യിൽ. ഈ നിങ്ങളോട് പ്രേമം തോന്നിയില്ലെങ്കിലേ ഉള്ളൂ അത്ഭുതം. പ്രേമം തോന്നാത്തവർക്ക് എന്തോ ഒരു കുഴപ്പമുണ്ടോ? ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു. ചേട്ടാ ഒരു റിപ്ലൈ വരൂ. ഈ തിരക്കില് എന്തെങ്കിലുമൊക്കെ വിട്ടു പോകുമ്പം അപ്പൊ ആ ഭയഭക്തി ഇങ്ങനെ കുറയുന്നതാണ്. മേളില് നല്ല ചേട്ടാന്നൊക്കെ ഉള്ളു, ഇവിടെ ഒന്ന് തിരിഞ്ഞു നോക്കണേ എന്നൊക്കെ അവസാനം. ഈ ഹരിശങ്കരനെ പ്രേമിക്കാൻ വരുന്നവരില് പെണ്ണുങ്ങൾ മാത്രമല്ലായിരിക്കുമല്ലോ, ആണുങ്ങൾ ഉണ്ടാവില്ലേ? പ്രേമം തോന്നുന്ന ആണുങ്ങളും ഇല്ലേ? മഞ്ഞക്കിളിയായിരുന്നു ഞാൻ എന്തിനാ വന്ന, എല്ലാം അറിയാലോ എന്നെ പറ്റി, ഇനി പറയേണ്ട ആവശ്യമില്ല. പവിഴമഴയേ നീ പെയ്യുമോ ഇന്നിവളെ. എല്ലാ പാട്ടും ഹസ്കി ആക്കാതിരിക്കുക എന്നുള്ളൊരു ആളാണ് ഞാൻ. കന്നിയയ്യപ്പനാം ഞാൻ. അപ്പൊ അച്ഛൻ പറയും പാദബലം നൽകി ദേഹബലം നൽകി ശരണമേ ഗണേ സ്വാമി. കൂടുതലും പ്രേമപ്പാട്ടിലല്ല. പ്രേമം ഇല്ലാതെ പറ്റില്ല, പറ്റണ്ട. നീ ഹിമമഴയായി വരൂ ഹൃദയം അണിവിരലാൽ തോടൂ. ഞാൻ ഫിലിമിൽ വരാൻ കാരണം പുള്ളിക്കാരിയാണ്. അത് നല്ല ഒരു തീരുമാനം, അതൊരു മികച്ച തീരുമാനമായിരുന്നു. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ ഹരിയെ കിട്ടില്ലായിരുന്നു. തൂവൽ നില തൂവെണ്ണില നീ എന്നില ഞാൻ നിന്നില നീ മായാത്തൊരൻ ജീവൻ നില. KS ഹരിശങ്കറാണ് നമുക്കിപ്പോൾ ഉള്ളത്. ഹായ് ഹരിശങ്കർ. ഹലോ. ആളുകളെയൊക്കെ പ്രേമിക്കാൻ പ്രേരിപ്പിക്കുന്ന ഗായകൻ, ഇതാണ് ഹരിശങ്കറിനെ കുറിച്ചുള്ളൊരു പൊതുവിലുള്ളൊരു പറച്ചിൽ. അത് എങ്ങനെയാ ആസ്വദിക്കുന്നത് ശരിക്കും? കേൾക്കുമ്പോൾ ഒരു സുഖമുണ്ട്. എല്ലാവരും ഒരേപോലെ പറയുന്ന കാര്യമാണ്. ആൺപെൺ വ്യത്യാസമൊന്നും ഇതിനകത്തില്ല. കണ്ണിൽ കണ്ണിൽ കനവലിഞ്ഞ കടലുപോലെ പ്രണയമായി എന്ന് പാടുന്ന സമയത്ത്, ഈ സുദിനം ആനന്ദമായി എന്ന് പറയുന്ന സമയത്തും നമ്മുടെ മനസ്സിനകത്ത് അനുഭവിക്കുന്ന ഒരു സുഖമുണ്ട്. ആ സുഖം ശരിക്കും പറച്ചിൽ വരില്ല, അത് പാടി തുടങ്ങാം. കണ്ണിൽ കണ്ണിൽ കനവലിഞ്ഞ കടലുപോലെ പ്രണയമായി ഈ സുദിനമാനന്ദമായി. കണ്ണിൽ കണ്ണിൽ കനവലിഞ്ഞ കടലുപോലെ പ്രണയമായി ഈ സുദിനമാനന്ദമായി. കാലം നമ്മിൽ വരട്ടെ. കാലം നമ്മിൽ തന്നൊരേ വരം
സുദീപ്തമി സ്വയംവരം സ്വപ്നം പോലിന്നീ സമാഗമം മനം മുഖം സുഹാസിതം ഉയിരുകളലിയുന്നുവോ മൂകിൽ കുടഞ്ഞ മാരിൽ ഇനി അനുരാഗമായി മധുരമറിഞ്ഞിടാൻ വിരലുകൾ കോർത്തിടാം അരികിലിരുന്നിടാം സദാ. വാവ്. വിശാലിനും ഒരു ഹാറ്റ്സ് ഓഫ്. അതേപോലെ സിന്ദൂരിയാണല്ലോ കൂടെ പാടിയത്. സിന്ദൂരി വിശാലിനും നല്ല നമസ്കാരം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന നിമിഷമാണ്. എത്ര നാളായിട്ട് ഈ മുതലിനെ കാത്തിരിക്കാമെന്നറിയാമോ? ഞാനത് പല ഇന്റർവ്യൂസിലും എന്റെ പേര് പറയുന്നത് കേട്ടിട്ടുണ്ട്. എനിക്കും ഒരു ആഗ്രഹം തോന്നി ഇദ്ദേഹത്തിന്റെ കൂടെ ഒന്ന് സംസാരിക്കണമല്ലോ. വരാൻ പറ്റിയില്ല. എന്തായാലും നമ്മളത് നേടിയെടുത്തു ആ ഒരു ദിവസം. സോ ഹാപ്പി ടു ബി ഹിയർ. വിദ്യാസാഗർ സാറിനോട് ഞാൻ ചോദിക്കുമ്പോൾ വാനം ചായും തീരം താരാട്ടും അതിനകത്ത് വിളി കേൾക്കുമെങ്കിൽ പൊന്നെ എന്ന് ചോദിക്കുന്നതിനിടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ ആ ഗ്യാപ്പ് ഉണ്ട്, ഞാനത് മനഃപൂർവ്വം ഇട്ടതാണ് എന്ന് പറയുന്ന സ്ഥലത്ത് സത്യത്തിൽ പൊന്നെ എന്ന് പറയുന്ന വിളി ക്രിഞ്ചായി പോവാത്തത് ഹരിശങ്കറിനെ പോലെ യങ്ങായിട്ടുള്ള ന്യൂജൻ ഒരു ഗായകൻ വന്ന് പാടിയതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ പൊന്നെ ശരിക്കും ഇപ്പൊ കളിയാക്കേണ്ട ഒരു സമയത്താണ്. പൊന്നെ എന്ന് പറയുന്ന വിളിയുണ്ടല്ലോ, അതങ്ങ് ഉള്ളിൽ പോകുന്ന വിളിയായിരുന്നു. ഈ പൊന്നെ എന്ന് വിളിപ്പിക്കാതെ ഞാനൊന്ന് വിടില്ല എന്നുള്ളത് വാസ്തവം. സത്യം പറഞ്ഞത് വിറച്ച് പൊന്നെന്ന് പാടിയതാണ്. വിദ്യാജിയെ പോലൊരാള് ഇതുപോലൊരു പാട്ട് പഠിപ്പിക്കുന്നു. ആ സമയത്ത് നമ്മൾ വാക്കൊന്നും ആലോചിക്കില്ല, ഇത് പൊന്നാണോ ഇനി വേറെന്തെങ്കിലും ആണോ. എനിക്കൊന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ആ പാട്ടിലൊരു ടേക്ക് എടുത്തത് ഈ പൊന്നെ പാടാൻ. അതായത് ആ പാട്ട് ഓൾമോസ്റ്റ് തീർന്നു. പക്ഷെ ഈ പൊന്നെ ഞാൻ എത്ര പാടിയിട്ടും അദ്ദേഹത്തിന് അങ്ങോട്ട് ഒക്കണില്ല. പൊന്നെടാ നീ അത് വിളിച്ചു പാട്, അങ്ങനെ പറഞ്ഞു ഞാനൊരു 50 പൊന്നെങ്കിലും പാടി അന്ന്. അതിൽ നിന്ന് വൺ ഓഫ് ദി ബെസ്റ്റ് എടുത്ത് ഫിക്സ് ചെയ്തതാണ്. അപ്പൊ അദ്ദേഹത്തിനാണ് ആ ക്രെഡിറ്റ്. പൊന്നെ എന്ന് വെച്ചാൽ നമ്മളൊക്കെ ആൾക്കാരെ പൊന്നെ എന്ന് വിളിക്കാനുള്ള ശക്തി കൂടി. കാമുകി ആ സമയത്ത് നമ്മൾ ഈ പൊന്നെന്ന് വിളിക്കുള്ളൂ എന്ന് പറയുന്നത് ദൃഢപ്രതിജ്ഞ എടുക്കുന്നത് ഈ പൊന്നെ വിളി കേട്ടിട്ടാ. ഈ പൊന്നെ മലയാളികൾക്ക് വേണ്ടി തന്ന പൊന്നെ, ആ പൊന്ന് പാട്. എനിക്കൊന്നൊരു പാട്ട് മാത്രം വെച്ച് ഇന്റർവ്യൂ ചെയ്യുന്നത് ആദ്യമായിട്ടായിരിക്കും. ഓരോ പാട്ടിന്റെ വേറെ വഴിയില്ല. നിങ്ങൾ മുമ്പിലിരിക്കുന്ന സമയത്ത് ഹരിശങ്കർ ഞാൻ എത്രത്തോളം എക്സൈറ്റഡ് ആണെന്ന് അറിഞ്ഞൂടാ. ചില സമയത്തൊക്കെ ഈ എക്സൈറ്റ്മെന്റ് കാണിക്കുന്ന സമയത്ത് ആളുകൾ ഇതിനകത്തൊരു ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഒരു സാധനമാണെന്ന് വരും. അങ്ങനെയല്ല. ഞാൻ പറഞ്ഞല്ലോ, ഹരിശങ്കറിന്റെ ഇന്റർവ്യൂ എടുക്കുന്നതിന് മുമ്പ് എനിക്ക് ടെൻഷൻ ഉണ്ട്. കാരണം എക്സ്പെക്ടേഷൻ ഭയങ്കര കൂടുതലാണ്. അപ്പൊ ഇനി പൊന്നെ പൊന്നെ രാപ്പളുങ്കിൻ തുള്ളി വീണ പായൽ പുഴയിൽ ചാഞ്ഞുലഞ്ഞ ചന്ദ്രബിംബം താനേ പൊലിഞ്ഞോ നാം തുഴഞ്ഞ നീർക്കുതുമ്പിൻ ഓമൽ പടിയിൽ നീ പറഞ്ഞ തേൻ കഥകൾ പാടേ മറന്നോ വിളി കേൾക്കുമെങ്കിൽ പൊന്നേ ഇനി ഏതു ദ്വീപിൻ കോണിൽ ഒരുപോലെ നമ്മൾ ചേർന്നു പാടും. മതിയോന്ന് ചോദിച്ചാൽ ഇതൊക്കെ ബ്രേക്ക് ചെയ്തോണ്ടല്ലോ ആൾക്കാർ എന്നെ ചീത്ത വിളിക്കും. വാനം ചായും തീരം താരാട്ടും കാലം മൂളും താരം കാതോർക്കും. ഇനി ഞാൻ പാടി കഴിഞ്ഞാൽ നിങ്ങളുടെ എപ്പിസോഡ് ഇങ്ങനെ നീട്ടി പോകേണ്ടി. ഈ പാട്ടിൽ ശരിക്കും സാറിന്റെ സൗണ്ടിങ് എന്ന് പറയുന്നത്, അതായത് ഒരു ആധുനികനാണ് സാറ്. വിദ്യാസാഗർ സാർ നമ്മുടെ കൂടെ കൂടിയിട്ട് ഒരുപാട് കാലമായി. പറന്നിറ പൊന്നിളക്കം ഒക്കെ പറയുന്ന സമയത്ത് നൊസ്റ്റാൾജിയ പറയുമ്പോഴും ഈ ആധുനിക കാലഘട്ടത്തിലെ സൗണ്ടിങ് കൊണ്ട് നമ്മൾ ഞെട്ടിച്ച പാട്ടുകളിൽ ഒന്നാണിത്. അല്ല, പഠിപ്പിക്കുന്നതാണെങ്കിലും സാറിന്റെ റെക്കോർഡിങ്സ് ഭയങ്കര സർപ്രൈസിങ് ആണ് എനിക്ക്. സാറ് ട്രാക്കൊന്നും അയച്ചു തരാറില്ല. നമ്മൾ അവിടെ ആ സ്റ്റുഡിയോയിൽ എത്തുമ്പോഴാണ് സോങ് കേൾക്കുന്നത്. ഞാൻ എപ്പോഴും സാറിന്റെ ട്യൂൺ അറിയാമല്ലോ, നമുക്ക് എപ്പോഴും ഒരു വാവ് ഫാക്ടർ സാറിൻ്റെ പാട്ടുകളുണ്ട്. ഓർക്കസ്ട്രേഷൻ ആണെങ്കിലും വരികൾ വെച്ച് പാടിച്ചതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ എന്താണ് സൗണ്ടിങ് എന്നുള്ളത് കേൾക്കുന്നത്. ഇത് പഠിക്കുന്ന സമയത്ത് ഒരിക്കലും വിചാരിച്ചില്ല ഇത് ഇങ്ങനെയായിരിക്കും ഈ സോങ് എന്ന്.
അത് ആ സോങ് പ്ലേ ചെയ്തപ്പോഴാണ് ഓക്കെ ഒരു കിക്കില് അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെ, അത് വേറെ ഒന്നും ഇല്ല അവിടെ. ഈവൻ നമ്മുടെ വോയിസ് വന്നതിന് ശേഷമാണ് ശ്രുതി തന്നെ വരുന്നത്. അപ്പൊ ഞാൻ എനിക്കൊരു സർപ്രൈസിങ് ആയിരുന്നു, ഇത് ഇങ്ങനെ ഒരു സോങ് അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല. മെലഡിയാണ്, പക്ഷെ ഭയങ്കര വോക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള പാട്ടാണ്. കമ്പോസിങ് നടക്കുകയായിരുന്നു പാരലലി. രാജീവ് നായർ എഴുതി, അദ്ദേഹം ഉണ്ടായിരുന്നു സ്റ്റുഡിയോയില്. ഇപ്പൊ ഇത്രയും പേടിയില്ല. എന്നാലും ആ സമയത്ത് വിദ്യാസാഗർ സാറിന്റെ കൂടെ ഒരു വർക്ക് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചൊരു വലിയ ഒരു മൈൽ സ്റ്റോൺ വർക്കാണ്. പക്ഷെ എന്നും എപ്പോഴും അതിന് മുമ്പ് പാടിയതായിരുന്നു. അത് കഴിഞ്ഞൊരു 1 വീക്ക് കഴിഞ്ഞിട്ടാണ് ഇതിന് വിളിച്ചത്. അത് പാടി ഒരു പാട്ട് കൂടി ഉണ്ട് ഹരി എന്ന് പറഞ്ഞിട്ടാണ് വിട്ടത്. അത് കൊള്ളാം. അതും ഗംഭീര പാട്ടായിരുന്നു സാറിന്റെ ഒരു. അതിന്റെ 2 വരി പാടണം. നിലാവും മായുന്നു രാവേറെയായി, ഒരേ കാന്തതാരം പോൽ നീക്കയായി, തിരിഞ്ഞൊന്നു നോക്കി കുയിൽ യാത്രയായി, തിരിഞ്ഞൊന്നു നോക്കി കുയിൽ യാത്രയായി, ചിരാതായി പൊലിഞ്ഞല്ലോ നീ. ഹോ നിലാവും മായുന്നു രാവേറെയായി, ഒരേ കാന്തതാരം പോൽ നീക്കയായി. എല്ലാ പാട്ടും പാടിച്ചിട്ടേ ശരിക്കും പറഞ്ഞാൽ ഇതിനിടയിൽ ഒരു കാര്യം പറയാനുള്ളത്, ശരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലത്തിലൂടെ പോകുമ്പോഴാണ് ഔസേപ്പച്ചൻ സാറ് വിളിക്കുന്നത്. ശരിക്കും ഫസ്റ്റ് ബ്രേക്ക് നല്ല കാലത്തൊന്നും അല്ല, മോശകാലത്തൊന്നും ഏത് തരത്തിലാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ശരിക്കും ഗാഥ കൂടെ വരുന്നൊരു ടൈമാണ് ആ സമയം. അപ്പോ അത് നല്ല കാലമാണ്. ഗാഥ എപ്പിസോഡ് കൊണ്ടുവരാം. ഗാഥ ഇവിടെ ഇരിപ്പുണ്ടോ കേട്ടോ, എങ്ങനെയെങ്കിലും ക്യാമറയെ കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിക്കാം. അപ്പോ ഈ ഗാഥ ആ സമയത്താണ് വരുന്നത്. ഈ ഗാഥ ഇത്തരത്തിൽ ഓർക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ കവിളിണയിൽ അത് തീരം തേടുവോളോ ഒക്കെ നമ്മുടെ മനസ്സിനകത്ത് നിൽക്കുമ്പോൾ അതിലൊരു ഗാഥ ഔസേപ്പച്ചൻ സാറിന്റെ അടുത്ത് എത്തുന്നു. ആ കഥ ഹരിശങ്കർ പറയുമ്പോഴും ഒക്കെ ഗാഥ എന്ന് പറയുന്ന കഥ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ കുറെ പാട്ടുകൾ ആലോചിക്കും, MG ഓർക്കും. അപ്പോൾ അതിന്റെ കൂട്ടത്തിൽ ആ കഥയുടെ എക്സ്റ്റൻഷൻ പോലെയാണ് ഹരിശങ്കർ വരുന്നത്. അപ്പൊ ആദ്യത്തെ പാട്ട് പാടുന്ന എക്സ്പീരിയൻസും ആ സമയത്തുള്ള പ്രണയവും ഒക്കെ നമ്മൾ ആവർത്തിച്ച് കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. അത് പറയൂ സാറിന്റെ അടുത്തേക്ക്. ഞാൻ സാറിന് കീപ്പ് ചെയ്യാൻ കുറച്ച് ഡെമോസ് ചെയ്തിരുന്നു. എൻ്റെ കസിൻ ബ്രദർ രാജേട്ടനാണ് സാറിന് ഇങ്ങനെ അയച്ചു കൊടുക്കുന്നത്. അങ്ങനെ സാറ് കേട്ട ഉടനെ ഇങ്ങനൊരു സോങ് ഉണ്ട്. അപ്പോൾ എനിക്ക് അതിനു മുമ്പ് ഒരു എക്സ്പീരിയൻസും ഇല്ല. ഈ പറഞ്ഞ പോലെ ഫിലിമിലോട്ട് ഒരു ചിന്ത, ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യാനോ അങ്ങനെ നിനക്ക് കുറച്ച് പടങ്ങളുണ്ട് അങ്ങനെ അങ്ങനെ ഒരു ഓഫറോ അങ്ങനെ ഒന്നാമത് നമുക്ക് കിട്ടാറില്ല. അപ്പോൾ ആ സമയത്താണ് എനിക്ക് സാറും ഷാനുക്കയും ഇവർ രണ്ടുപേരും ഒരേ സമയത്താണ് എന്നെ വിളിക്കുന്നത്. ഷാൻ റഹ്മാനും ഹൗസൈൻ സാറിൻ്റെ ആണ് ആദ്യം പാടിയത്. അത് ഒരു മറക്കാത്ത ഒരു ഡേ ആയിരുന്നു. കാരണം എൻ്റെ ഫസ്റ്റ് സോങ് എങ്ങനെ ഒരു പാട്ട് പാടണമെന്ന് പഠിപ്പിച്ച് തരുന്ന ഹൗസൈൻ സാറാണ്, എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത്. സാറിൻ്റെ ഒരു വലിയ ലെസൺ ആയിരുന്നു ആ ഒരു റെക്കോർഡിങ്. ചെന്നൈ വെച്ചിട്ടായിരുന്നു അത്. ഇപ്പോഴും ഭയങ്കര മഴയൊക്കെ ആയിട്ട് ഞാൻ സാർ ഒരു കുടയൊക്കെ പിടിച്ചാണ് റെക്കോർഡിങ് കഴിഞ്ഞ് ഇങ്ങനെ നടന്നു പോകുന്നത്. മറക്കാൻ പറ്റാത്തൊരു ഡേ ആയിരുന്നു. കഴിഞ്ഞ് ഗാഥ എപ്പോഴാണ് വിളിച്ചത്? ഈ ഗാഥ അപ്പം തന്നെ വിളിച്ചു. കാരണം ഞങ്ങള് കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ഞാനിത് പാടുന്നത്. 3rd ഇയർ ഒക്കെ ആയിരുന്ന സമയത്ത് ഞാൻ ആദ്യം വിളിക്കുന്ന ഗാഥയാണ്. പിന്നെ എൻ്റെ അമ്മയും വിളിച്ചു. സോങ് കഴിഞ്ഞു, നന്നായിട്ട് കുഴപ്പമില്ലാന്ന് തോന്നുന്നു, പുള്ളിക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിരുന്നു. ഒരു ഹാപ്പിനെസ് ഷെയർ ചെയ്തായിരുന്നു. പക്ഷെ ഒരിക്കലും വിചാരിച്ചില്ല ഇതായിരിക്കും എൻ്റെ ഫീൽഡ് എന്നൊന്നും അന്നങ്ങനെ ചിന്തിച്ചിരുന്നില്ല. പക്ഷെ ഈ പറഞ്ഞതുപോലെ എല്ലാം അങ്ങനെ സംഭവിക്കുമായിരുന്നു. ആ സമയത്ത് ഭയങ്കര റൊമാൻറ്റിക് ആയിരുന്നു ആളെന്നുള്ളത് അമ്മ രവി മേനോന്റെ ഇന്റർവ്യൂവിൽ പറയണം. അത് അമ്മ ചുമ്മാ ഇങ്ങനെ ഞാൻ അമ്മയുടെ അടുത്ത് കഴിയുന്നത് ഞാൻ അങ്ങനത്തെ ഇന്റർവ്യൂസിന് പോയിരിക്കാറില്ല. പിന്നെ അവര് പറയുമ്പോൾ ഞാൻ കേട്ടോണ്ടിരിക്കാറ് നമുക്ക് പണി ഉള്ളൂ. അന്ന് നല്ല പണിയായിരുന്നു. അമ്മമ്മയും കൂടെ നന്നായി. ഞാൻ ആ ഇന്റർവ്യൂ ആയിരുന്നു അവസാനം എടുത്ത ഇന്റർവ്യൂ. പിന്നെ ആ ക്ഷീണം കഴിഞ്ഞ് ഇപ്പോഴാണ് വരുന്നത്. അത് പക്ഷെ നല്ല ഇന്റർവ്യൂ ആയിരുന്നു. അതായത് ഹരിശങ്കർ അതിനകത്ത് ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇങ്ങനെ അല്ലാതെ എന്ത് ചെയ്യാൻ, നമുക്ക് ഇവിടെ ആകുമ്പോ പിന്നെ ശബ്ദം ഒക്കെ സംസാരിക്കാം. മറ്റേത്
എന്തെങ്കിലും പറയാൻ നമുക്ക് പറ്റില്ല, അത് കഴിഞ്ഞ് കിട്ടും. ഈ അമ്മമ്മ ശരിക്കും ഗുരുവായിരുന്ന സമയത്ത് ഈ രാവിലേക്ക് വിളിക്കുമെന്ന് പറഞ്ഞില്ലേ, 2:30-ക്കൊക്കെ വിളിച്ച് എണീപ്പിക്കുമെന്ന് പറയില്ലേ, അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇത് നമ്മൾ കാര്യമായിട്ട് എടുത്തു തുടങ്ങിയല്ലോ. അപ്പം ആദ്യമൊക്കെ ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നിരിക്കും, കുട്ടിയല്ലേ. അത് കഴിഞ്ഞിട്ട് ഇത് നന്നായി എന്ന് തോന്നുന്ന ഒരു അവസരം ഉണ്ടാവുമല്ലോ. കച്ചേരികൾ ചെയ്യുമ്പോഴത്തേക്കും നന്നായി എണീറ്റതെന്ന് തോന്നും. കാരണം പഠിക്കുന്ന ഒരു കാലം അതായിരുന്നു. ഇപ്പൊ അത്രയൊന്നും സത്യം പറഞ്ഞാൽ പഠിക്കുന്നില്ല. ആ ഒരു ടൈമില് ഒരു രാഗത്തിലും 4 കീർത്തനമൊക്കെ വെച്ച് അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് അമ്മമ്മ ഇരുത്തി പഠിപ്പിക്കുമായിരുന്നു അച്ഛനും. എന്നെ സംബന്ധിച്ച് അതാണ് എനിക്കുണ്ടായ ഒരു ഭാഗ്യം. എനിക്കൊരു ഗുരുവിനെ തപ്പി നടക്കേണ്ടി വന്നിട്ടില്ല. എൻ്റെ വീട്ടിൽ തന്നെ അതിൻ്റെ ഏറ്റവും വലിയ ആൾക്കാർ അമ്മമ്മയും അച്ഛനും ഒക്കെ ടീച്ചേഴ്സാണ്. ശരിക്കും അവർ കോളേജിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സായിരുന്നു. അപ്പം അവർക്ക് തിയറിറ്റിക്കലിയും പ്രാക്ടിക്കലിയും എല്ലാം നമുക്ക് പറഞ്ഞുതരാൻ ഇതിലും മികച്ച ഗുരുക്കന്മാർ എന്നെ സംബന്ധിച്ച് കേരളത്തിലില്ല. അന്നൊക്കെ എണ്ണിക്കാൻ പാടായിരുന്നു. 2:30-ക്കൊക്കെ പിടിച്ച് പൊക്കി എണീപ്പിക്കുമായിരുന്നു. ഒരു കുട്ടികളും ചെയ്യാത്ത കാര്യങ്ങളായിരുന്നു ആ സമയത്ത് ചെയ്യുന്നു. കളിക്കേണ്ട പ്രായത്തിൽ ഈ പറഞ്ഞ പോലെ ഇതായിരുന്നു, കുറവായിരുന്നു ബാക്കി എൻ്റർടൈനിങ് കാര്യങ്ങളൊക്കെ. പക്ഷേ പിന്നീടൊരു കാലത്ത് ഇപ്പോഴും ആലോചിക്കുമ്പോൾ അന്ന് അത് ചെയ്തത് കൊണ്ട് കുറേ കാര്യങ്ങൾ ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. പാട്ടിൻ്റെ ബ്രേക്കായി കൈലാസ് മേനോൻ, ജീവാംശമായി ഇല്ലാതെ ഒരു പരിപാടിയില്ല. PK ഹരിനാരായണനെ ഓർക്കുമ്പോൾ തന്നെ ശരിക്കും ഈ പാട്ടും കൂടെ PKയുടെ പേരുണ്ട്. പുള്ളിയുടെ ആദ്യത്തെ സ്റ്റേറ്റ് അവാർഡ് ഞാനാണ് മേടിച്ചു കൊടുത്തത്. അപ്പോൾ നമുക്ക് ജീവാംശമായി പാടിയിട്ട് ബാക്കി അതിൻ്റെ കഥ പറയാം. ഓക്കെ. ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു, ആത്മാവിനുള്ളിൽ ഈറൻ തൂമഞ്ഞായി തോരാതെ പെയ്തു നീയേ, പൂവാടി തേടി പറന്നു നടന്ന ശലഭമായി നിൻ കാൽപ്പാടു തേടി അലഞ്ഞു ഞാൻ, ആരാരും കാണാ മനസ്സിൻ ചിറകിലൊളിച്ച മോഹം പൊൻപീലിയായി വളർന്നീതാ, മഴ പോലെ എന്നിൽ പൊഴിയുന്നു നേർത്ത വെയിലായി വന്നു മിഴിയിൽ തൊടുന്നു പതിവായി നിന്നനുരാഗം, ഒരു കാറ്റുപോലെ പുണരുന്നു നെഞ്ചിൽ നിള പോലെ കൊഞ്ചി ഒഴുകുന്നിതെന്നും അഴകേ ഈ അനുരാഗം. ഓ, ഇത് കഴിഞ്ഞിട്ടൊരു സാധനം. ഈ പാട്ട് ശരിക്കും ഹരിശങ്കർ പാടുന്ന സമയത്ത് എന്നെ ഇഷ്ടപ്പെടുന്ന പെങ്കുച്ച് ആവർത്തിച്ച് ഹരിശങ്കറിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. അല്ല, തള്ളണോ കൊള്ളണോ എന്ന് അറിയാത്തൊരു അവസ്ഥയിലാണ്. കാരണം ഇയാള് ഹരിശങ്കറിനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. അവസാനം ഞാൻ നോക്കിയപ്പോ തള്ളിക്കളഞ്ഞിട്ട് ഒരു കാര്യമില്ല, കൊള്ളുകയെ വഴിയുള്ളൂ. പിന്നെ എന്ത് ചെയ്യാന്നറിയാമോ, ഈ ഹരിശങ്കറിനെ കുറിച്ച് ഞാൻ അങ്ങോട്ട് പറയാൻ തുടങ്ങി. അപ്പൊ പിന്നെ പ്രശ്നമില്ല, അങ്ങോട്ട് ഇന്റർവ്യൂ തുടങ്ങി. അല്ല, ചിലവര് പറയാറുണ്ട്, ഈ ഇടയ്ക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഇപ്പൊ ഞാനിരുന്ന് ചുമ്മാ അടിക്കുകയല്ല തള്ളു, എടാ നമുക്കൊരു ഫോട്ടോ ഉടനെ എടുക്കണം എന്ന് പറഞ്ഞു. അവനെ എനിക്ക് നല്ല പരിചയമുണ്ട്. ഞാൻ എന്താടേ, ഇല്ല എൻ്റെ മാട്രിമോണിയിൽ കുറച്ച് സ്റ്റക്കായിട്ട് നിൽക്കുക, നിന്റെ ആ ഫോട്ടോ കിട്ടിയിട്ടൊന്ന് സെറ്റ് ആക്കായിരുന്നു. അങ്ങനെ ചില മെസ്സേജസ് ഒക്കെ വരാറുണ്ട്, ചേട്ടാ എനിക്കൊരു 2 വരി ഒന്ന് പാടി വെച്ചു തരാം, ഒന്ന് ഇംപ്രസ് ചെയ്യണം. ഞാൻ പതുക്കെ രാവിലെ അങ്ങനെ തുടങ്ങും, അല്ലെങ്കിൽ പിന്നെ നീങ്ങിക്കളയും അതൊക്കെ. അല്ല, ഈ കുറേ ആരാധകർ കൂടുതലാണ്. ഇത് എങ്ങനെ ഗാഥ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു എന്നുള്ളത് ഗാഥയുടെ അടുത്ത് ചോദിക്കണം. പക്ഷെ എങ്കിലും ഹരിശങ്കർ പറയൂ. ഇല്ല, അയ്യോ, അത് എനിക്ക് അതാണ് എൻ്റെ ഒരു ഭാഗ്യം. അതാണ് ശരിക്കും പറഞ്ഞാൽ എവിടെ പോയാലും കുറച്ച് പേര് തിരിച്ചറിയാനും അപ്രീഷിയേറ്റ് ചെയ്യാനും ഉള്ളത് നമുക്ക് കിട്ടുന്നൊരു ഭാഗ്യമാണ്. അങ്ങനെയൊന്നും ചെറിയ രീതിയിൽ അല്ലല്ല, ഞാൻ കാര്യമായിട്ട് പറയാം, ഞാൻ അതിലോട്ട് പറയട്ടെ. അത് ശരിക്കും ഞാൻ ആദ്യമൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുമായിരുന്നു. എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മൾ ആരെങ്കിലും ഒന്ന് പാട്ട് കേൾക്കാറുണ്ടെന്ന് പറയുന്നു. കാരണം നമുക്ക് കിട്ടുന്ന ഒരു അവാർഡാണത്. ഒരാൾ വന്ന് നമ്മുടെ അടുത്ത് നന്നായി പാട്ട് നന്നായിട്ടുണ്ട്, കേൾക്കാറുണ്ട്, രാത്രി കേട്ടിട്ടാണ് കിടക്കാറുള്ളത്, അല്ലെങ്കിൽ ഞാൻ പാടി കൊടുക്കാറുണ്ട്. ഇപ്പോൾ പറഞ്ഞില്ലേ, ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് യെസ് നൈസ് കൊള്ളാം. ഇതൊരു ശരിക്കും പറഞ്ഞാൽ അതാണ് നമ്മളെ സംബന്ധിച്ചൊരു ഊർജം. പിന്നെ അതൊക്കെ ഒരു സന്തോഷമേ ഉള്ളൂ. എത്ര ആൾക്കാർ വന്ന് നമ്മളെ പറഞ്ഞാലും ഞാൻ നിന്നും കൊടുത്ത് കേൾക്കാറുണ്ട്, അല്ലാതെ അവിടെ തിരക്കൊന്നും പിടിക്കാറില്ല. മാരിവില്ലിൻ ഗോപുരങ്ങള് സാറ് വിദ്യാസാഗർ സാറ് ചെയ്തപ്പോൾ അതിനകത്തൊരു പാട്ട് പാടിയിട്ടില്ലേ, അതിൻ്റെ ഒരു 2 വരിയും കൂടെ പാടുമോ? ഓ, ഞാൻ ആദ്യമായിട്ടാണ് പാടുന്നത്. അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്. പോകാതെ ഈ നിലാരാവ് തീരാതെ
വീഴുമീ മഞ്ഞു തോരാതെ പൊന്നെ എന്നെ വിട്ട് പോകാതെ. കളർഫുൾ പടമായിരുന്നു അത്. എന്ന് വെച്ചാൽ ഭയങ്കര കളർ ആ കോമ്പിനേഷൻസ്. പാട്ട് ശരിക്കും കുറച്ചും കൂടിയൊക്കെ ഒന്ന് വൈഡായിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. കാരണം അത് കുറെ തിരക്കിൽ ഇങ്ങനെ പെട്ടുപോയി തോന്നാറുണ്ട്. അത് സിനിമ ശ്രദ്ധിക്കാതെ വരുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. എങ്കിലും ഞങ്ങളൊക്കെ ഹരിശങ്കറിന്റെ ആരാധകരെ ഞങ്ങൾ ഫോളോ ചെയ്ത പാട്ടുകളാണ്. ഇതിനകത്ത് നിന്ന് പൂക്കൾ പൂക്കളിൽ പോവാം. ഈ പൂക്കൾ പൂക്കളിൻ്റെ ഒറിജിനൽ സാധനം ഒരു 119 മില്യനാണ് പോയിക്കുന്നത്. ഒരു 9 വർഷം എടുത്തിട്ടുണ്ട്. നിങ്ങളുടെതെന്ന് പറഞ്ഞാൽ 50 മില്യൺ പോയിക്കുന്ന 6 വർഷം കൊണ്ടാണ്. മിക്കവാറും അതിനെ കവർ ചെയ്യാൻ തോന്നി ഈ ഒരു വർഷത്തിന്റെ കണക്ക് വെച്ച് നോക്കും. ഇപ്പോഴും ആൾക്കാർ പറയുന്നുണ്ട് ഫിലിം സോങ്സിനേക്കാൾ ഇഷ്ടം ആ സോങ്. ഒരു കമന്റും കൂടെ ഞാൻ പറഞ്ഞോട്ടെ. ഈ പാട്ടിനെ കുറിച്ച് ഇന്ന് ഇവിടെ സംസാരിക്കുമ്പോൾ ഓഫീസിൽ ഒരു പെങ്കൊച്ച് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആ പാട്ടെടുത്ത് ഇങ്ങനെ ചെവിയിൽ വെച്ചിട്ട് പറഞ്ഞു, ഈ പാട്ട് കേട്ട ആ ചെക്കനെ പ്രേമിച്ചു. കുട്ടി എവിടെ? കുട്ടി മുകളിൽ തന്നെ നിൽക്കട്ടെ, ഗാഥയുണ്ട് ഇങ്ങോട്ട്. അപ്പൊ നമുക്കിനി പൂക്കൾ പൂക്കും നമുക്കുണ്ടാവുന്ന എന്താണ് ഇതെന്ന് പറയാൻ പറ്റും. താങ്ക് യു സോ മച്ച്. അതിന്റെ പ്രോഗ്രാമിങ്ങും മിക്സിംഗ് ഒക്കെ ഞാൻ തന്നെയാണ് ചെയ്തത്. അന്ന് ഈ ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ട് എല്ലാം ഞാൻ തന്നെ ചെയ്യേണ്ടി വന്നു. പൂക്കൾ പൂക്കും തരുണം ആരുയിരേ பார்த்ததாருமில்லை, புலரும் காலை பொழுதை முழுமதியும் பிரிந்த போவதில்லை, நேற்று வரை நேரம் போதவில்லையே உனதருகே நேரம் போகவில்லை, எதுவும் பேசவில்லையே இன்று ஏனோ எதுவும் தோன்றவில்லை, இது எதுவோ இரவும் விடியவில்லை, அது விழுந்தால் பகலும் முடியவில்லை, பூந்தளிரே தாரதோம் ததர தாரதோம் ததர தாரதோம் தரதாரோம் தாரதோம் ததர தாரதோம் ததர தாரதோம் தரதாரோ. എന്റെ പ്ലേലിസ്റ്റിലെ എല്ലാ പാട്ടും സന്തോഷമായാലും പാട്ടാണ് ഇത്. എന്ത് രസമുള്ള പാട്ടാണല്ലേ. എനിക്ക് തോന്നുന്നു എവർഗ്രീൻ ആണ്. ഞാൻ അദ്ദേഹത്തെ മീറ്റ് ചെയ്തപ്പം എനിക്ക് കിട്ടിയ ആദ്യത്തെ കമന്റ് ഇറ്റ്സ് ബെറ്റർ ദാൻ ഒറിജിനൽ എന്നുള്ളൊരു കമന്റ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കിട്ടി. അത് എന്റെ ലൈഫിൽ എനിക്ക് ഇനി എത്രയൊക്കെ കമന്റ്സ് വന്നാലും അതെ 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 എനിക്ക് ഞാൻ വിചാരിച്ചു അത് എല്ലാവരും ഒന്ന് കേട്ടിരുന്നെങ്കിൽ സന്തോഷമായ. ഈ സാധനം ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. അതെ ഞാൻ പറഞ്ഞിട്ടില്ല, അത് സ്വന്തമായിട്ട് പറയുന്നത് തള്ളല്ലേ, അതുകൊണ്ട്. പക്ഷെ ഫസ്റ്റ് ടൈം ഞാൻ മീറ്റ് ചെയ്തപ്പം അദ്ദേഹം പറഞ്ഞൊരു ഇത് ഇതാണ്, ഇറ്റ്സ് ബെറ്റർ ദാൻ ഒറിജിനൽ ബ്രോ, ബട്ട് നെവർ ഐ കാണ്ട് എഗ്രി. കാരണം അതിന്റെ ഒറിജിനൽ വേറൊരു ലെവലിലാണ് അതിന്റെ ഓർക്കസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഞാൻ വളരെ ഒരു സിമ്പിൾ മോഡിൽ അതെങ്ങനെ കേൾക്കുമ്പോൾ ഒരു സ്ലോ വേർഷൻ എന്നുള്ളൊരു രീതിയിൽ, ഒരു ലോഫൈ വേർഷൻ എന്നുള്ള രീതിയിലാണ് ചെയ്തത്. ബട്ട് ആ ഒരു ക്രെഡിറ്റ് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയപ്പോൾ ഭയങ്കര ആ ഒരു ചെയ്തതിന്റെ വർക്ക് ചെയ്തതിന്റെ ഒരു ഒരു ഇപ്പോഴാണ് പരിസമാപ്തിയിൽ എത്തിയതെന്നുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു. ഇന്ന് കേട്ട ഏറ്റവും നല്ല കാര്യം ഇതാണ് പറയുന്നത്. ഇതിവിടെ പറഞ്ഞില്ലേ, എന്നെ സംബന്ധിച്ചും അത് ഞാനും ഭയങ്കരമായിട്ട് താങ്ക് യു സാർ, ഇത് മതി സാറ് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം കമ്പോസർ പറയുന്നതിന്റെ അപ്പുറം ഒന്നും ഇല്ലല്ലോ. അതുപോലെ ഇത്ര ഹിറ്റായ ഒരു പാട്ട് നമ്മളെടുത്ത് പെരുമാറുമ്പം ശ്രദ്ധിച്ച് ചെയ്യണം. ചിലവരത് നന്നായിട്ടുണ്ടെന്ന് പറയും, ചിലവരത് ഒറിജിനലിനെ നശിപ്പിച്ചു എന്ന് പറയാറുണ്ട്. പക്ഷേ ഫ്രം ദ കമ്പോസർ ഐ ഗോട്ട് ദി ക്രെഡിറ്റ്. സോ അതാണ് ഏറ്റവും വലുത്.